സുഹൃത്തുക്കളെ, അങ്ങനെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി ഏതെങ്കിലും തരത്തിൽ അത് കാര്യമായി മുന്നോട്ട് പോകും എന്ന് കരുതാവുന്ന ഒന്നും ഇപ്പോൾ ഇല്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുമ്പോൾ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. പുതിയ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവരണം, അങ്ങനെ അത് കൊണ്ടുവന്ന് വീണ്ടും തിരച്ചിൽ എന്നൊക്കെ പറയുന്നുണ്ട് കാർവാർ MLA. തൃശ്ശൂർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ പലതും നടക്കുന്നു. ഇപ്പുറത്ത് കുടുംബം പറയുന്നുണ്ട് അങ്ങനെ അവസാനിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. നമ്മളിതിൽ പറഞ്ഞതുപോലെ തെരച്ചിൽ നാടകം അവസാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ഏറ്റവും അവസാന ദിവസങ്ങളിൽ നടന്നത് ഒരു പരിധിവരെ നാടകങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ. കാരണം നേവിക്ക് ഇറങ്ങാൻ കഴിയാത്ത വലിയ ഗംഗാവലി പുഴ, അത്രയധികം നേവി എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധർ, കൃത്യമായ പരിശീലനം നൽകിയ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ പിന്നീട് വരുന്നത് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മത്സ്യത്തൊഴിലാളികളാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി അവരെത്തുന്നു, വലിയ ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല, അതിനടുത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഈശ്വർ മൽപ്പയുടെ ജീവൻ തന്നെ ഫലത്തിൽ രക്ഷപ്പെടുന്ന, ഒരു തവണ കയറിൽ നിന്ന് വഴുതി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് നേവി തന്നെയാണ് ഈശ്വർ മൽപ്പയെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ഉണ്ടാകുമായിരുന്നില്ല എന്നുകൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. തിരച്ചിൽ നാടകം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ ഭാഗത്ത് നടക്കം ഉണ്ടായ നീക്കങ്ങളിൽ ചില നാടകങ്ങളുണ്ട് എന്നുള്ളത് പറയേണ്ടി വരികയാണ്. കാരണം ഈ ഒരു തെരച്ചിലിൽ വളരെ യാഥാർത്ഥ്യത ബോധത്തോടുകൂടി സംസ്ഥാന സർക്കാരും ഒരുപക്ഷെ കർണാടക സർക്കാരും നേവിയും ഒക്കെ തിരിച്ചറിഞ്ഞു, ഇനി ഈ അർജുനെ കണ്ടെത്തുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അതിൻ്റെ ഭാഗമായാണ് ഈ സാധാരണക്കാരെ ആരെയും തെരച്ചിലിന് പങ്കെടുപ്പിച്ചില്ലല്ലോ, ആ ഒരു പരാതി കൂടി ഒഴിവാക്കാനാണ് ഇപ്പോൾ അവിടുത്തെ MP ഇടപെട്ടാണ്. കാരണം ഔദ്യോഗികമായ അനുമതിയില്ല ഈശ്വർ മൽപ്പയ്ക്ക് അവിടെ ഇറങ്ങി പരിശോധിക്കാൻ. അപ്പോൾ ഈശ്വർ മൽപ്പയെ കൊണ്ടുവരുന്നത് അവിടുത്തെ MP ആണെന്നാണ് വാർത്തകളിൽ കണ്ടത്. അങ്ങനെ കൊണ്ടുവന്ന ശേഷം ഒരു തെരച്ചിൽ കൂടി നടത്തുന്നു. അതാ നിരവധി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളെ കൂടി പങ്കെടുപ്പിച്ചല്ലോ. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെയും അല്ലെങ്കിൽ മുക്കത്തു നിന്ന് പോയ തൊഴിലാളികളൊന്നും പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി കൂടി വരാൻ പാടില്ല. അത് ആ മത്സ്യത്തൊഴിലാളിയെ തന്നെ കരയിലിറക്കി അദ്ദേഹം സൈന്യം പോലും അറച്ചു നിൽക്കുന്നിടത്ത് അദ്ദേഹം വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തി. അതുകൂടി ഒരു പരിധിവരെ ശ്രമിച്ചു എന്ന് പറയാം. ഈശ്വർ മൽപ്പയെ വളരെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്തു എന്നും പറയാം. പക്ഷേ ഇതിൽ പിന്നീട് കണ്ടതാണ്, ഇതിൽ ആദ്യം ഒരു അടിപൊട്ടി. മന്ത്രി മുഹമ്മദ് റിയാസും ഫലത്തിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയും തമ്മിലുള്ള ഒരു അടിപൊട്ടി. കാരണം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആദ്യമായി പറഞ്ഞത്, ഞങ്ങൾ ചില കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാനിൽ നിന്നുള്ള ചില ഉപകരണങ്ങളും മറ്റും. പക്ഷെ അത് കൊണ്ടുവരാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കളക്ടർ പറഞ്ഞു. ആ കളക്ടർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കളക്ടർ തന്നെ വിശദീകരിക്കുമെന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ കളക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞു, ഈ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് എന്നവർ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും. ഫലത്തിൽ ഇതൊരു കൊണ്ടുവരണമെന്ന് പിന്നെയും മുഹമ്മദ് റിയാസും ഒക്കെ ആവശ്യപ്പെടുന്നു. മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നു. കേരളത്തിൽ കോഴിക്കോടെത്തിയ ശേഷവും റിയാസ് സമാനമായ പ്രതികരണം നടത്തുന്നു. അവിടെയുള്ള പല വിജിനടക്കമുള്ള MLA മാരുൾപ്പെടെയുള്ളവരും സമാനമായ ആവശ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാള മാധ്യമങ്ങളിൽ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നു. അത് അവിടെയുള്ള, അതായത് ഈ ഒരു യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിൽ ഭരണകൂടം, ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തുന്നു, അവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറയുന്നു. ഫലത്തിൽ ഈ സംസ്ഥാന സർക്കാർ പിന്നീട് ആ നിമിഷം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകം ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അതായത് കർണാടകം, ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടു, പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ കർണാടകം തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇനിയും ചില ഉപകരണങ്ങൾ വരാനുണ്ട്, 4 ദിവസത്തിന് ശേഷം പരിശോധന എന്ന് പറയുമ്പോൾ കുടുംബം സ്വാഭാവികമായി ആവശ്യപ്പെടും തെരച്ചിൽ തുടരണമെന്ന്. പക്ഷേ ഈ പുഴയിൽ പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥലത്ത് എങ്ങനെ, ഇപ്പോൾ ഇറങ്ങി നോക്കിയല്ലോ, ഈശ്വർ മൽപ്പ ഇറങ്ങി നോക്കി, കഴിയുന്നില്ല, സാധിക്കുന്നില്ല. അവിടെ ലോറി ഉണ്ടെന്നുള്ള ഉറപ്പ് പോലും ഫലത്തിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ പോയി ആരും കണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരിടത്ത് തിരച്ചിൽ സാധ്യമല്ല എന്നുള്ളതാണ് ഫലത്തിലുള്ള റിയാലിറ്റി.
പക്ഷേ ആ റിയാലിറ്റിയെ മറികടന്നുകൊണ്ട് തിരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെടുന്നതിലൂടെ ഇതിൻ്റെ ഒരു ബാധ്യത കർണാടക സർക്കാരിൻ്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ നടക്കുന്നത് എന്ന് തന്നെ കാണേണ്ടി വരും. കർണാടക തിരിച്ചൊരു അടികൂടി അതിൽ രാഷ്ട്രീയമായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ കാർഷിക സർവകലാശാലയിലുള്ള ഡ്രഡ്ജിങ് യന്ത്രമുണ്ട്, അത് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന ബ്രേക്കിംഗ് ന്യൂസ്. ഇത് കൊണ്ടുപോകാനും ഒരുപക്ഷെ ചിലപ്പോൾ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ കേരളത്തിൻ്റെ തലയിലേക്കും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് കർണാടകവും ചെയ്യുന്നത്. അതായത് ഇത് പ്രായോഗികമായി ഇനി അർജുനെ കണ്ടെത്തുക എളുപ്പമല്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഇതൊരു രാഷ്ട്രീയ പോരായി ഫലത്തിൽ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കുടുംബത്തിന് ഫലത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്രയും വലിയ ഗതികേടിലാണ് ആ കുടുംബം. മനുഷ്യൻ എവിടെ, അർജുനൊപ്പം മറ്റുള്ള രണ്ടുപേരെ കൂടി കാണാതായുണ്ട്. അവരൊക്കെ എവിടെ എന്നുള്ളത് ഓരോ കുടുംബത്തെ സംബന്ധിച്ചും വേദനിപ്പിക്കുന്ന ചോദ്യവും ആശങ്കയും ഒക്കെ തന്നെയാണ്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരിലേക്ക് ഇതിനി മാറുന്നു എന്നുള്ളതാണ്. ഇനി കേരള സർക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും കർണാടക ഒന്നും ചെയ്യുന്നില്ല, കർണാടക തിരച്ചിൽ നിർത്തി ശരിയായില്ല, ഇങ്ങനെയുള്ള ആരോപണങ്ങളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിലൊക്കെയും വരാൻ പോകുന്നത്, കേരളം കാണാൻ പോകുന്നത്. അപ്പുറത്ത് കർണാടകത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ആരോപണങ്ങൾ വന്നേക്കും. പിന്നെ കർണാടകത്തെ സംബന്ധിച്ച് ഇത് കർണാടകത്തിൽ ബാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയമല്ല. പക്ഷേ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇതിനെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ സംസ്ഥാന വി.ഡി. സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ ഇതിനോട് സംസാരിച്ചപ്പോഴും കർണാടകം വേണ്ട രീതിയിൽ ഇടപെട്ടു. കർണാടകത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വലിയ ശ്രമങ്ങളാണ് തുടക്കം മുതൽ സതീശൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പുറത്തു നിന്ന് മന്ത്രിമാർ കാര്യമായി ആദ്യമൊന്നും കളത്തിലിറങ്ങിയില്ലെങ്കിലും 10-11 ദിവസമാണ് ഈ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെടുന്നത് ഒരു സംസ്ഥാന മന്ത്രി, കർണാടകത്തിലെ ഒരു മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ മന്ത്രി അവിടെ എത്തിയല്ലോ, അതേപോലെ കർണാടക മന്ത്രി അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. തീർത്തും പൊളിറ്റിക്കലാണ് ഇനി അർജുൻ വിഷയം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രായോഗികമായ ഒരുപാട് വെല്ലുവിളികളുണ്ട്. തുടക്കത്തിലുണ്ടായ കർണാടകത്തിൻ്റെ വീഴ്ചകൾ യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു ടെറൈൻ അല്ല അത്. ഈ തുടക്കമുള്ള ദിവസങ്ങളിലടക്കം അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുക. മാത്രമല്ല ഈ പുഴയിൽ വണ്ടിയിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഉറപ്പുമില്ല. ഇവിടെ നിന്നുള്ള അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചു എന്നൊക്കെ പറയുന്ന വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളും ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു ഫലത്തിൽ. അതിലും പലർക്കും മനാഫ് അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തായാലും ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ്. അത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രതികരണങ്ങളല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ എന്നുള്ളത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ പോരാ ഈ വിഷയം മാറുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്നത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി താല്പര്യപ്പെടുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിൽ കേരളമാകെ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ വേദനയോടെ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ നിമിഷത്തിൽ